Hello dear friends, എല്ലാവർക്കും നമ്മുടെ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് ട്രാവൽ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല, ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആമസോണിൽ നിന്ന് ഒരു ചെറിയ പ്രോഡക്റ്റ് വാങ്ങിയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്. ഡിജിടെക് എന്ന് പറയുന്ന കമ്പനിയുടെ 3 ആക്സിസ് ഗിംബൽ ആണ്, സ്മാർട്ട് ഫോൺ ഗിംബൽ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഏകദേശം 5999 രൂപയാണ് ഈ പ്രൊഡക്റ്റിന്റെ വില. സോ ഇത് ഞാൻ ഓർഡർ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മള് എന്തെങ്കിലും ട്രാവൽ വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള സിനിമാറ്റിക് ഷോട്ട് ഇല്ലെങ്കിൽ നല്ല ഷേക്ക് കൂടാതെ നല്ല സ്റ്റെബിലൈസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കാന്ന് ഓർത്തിട്ടാണ്. അപ്പം ഞാൻ ആമസോണിലെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ അങ്ങനെ നോക്കി അത്യാവശ്യം ഒരു നല്ല റിവ്യൂ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഡിജിടെക് എന്ന് പറയുന്ന കമ്പനിയുടെ 3 ആക്സിസ് ഗിംബൽ വാങ്ങിച്ചത്. ബാക്കി ഡിജെയുടെ അങ്ങനെ പല കമ്പനികളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6000 രൂപയ്ക്ക് മുകളിലോട്ടുള്ള ഗിംബലുകളാണ് വരുന്നത്. സോ ഇപ്പൊ ഇത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഇതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഏകദേശം 6000 രൂപയാണ് ഇതിന് വരുന്നുള്ളൂ. സോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. പിന്നെ ഡിജെയുടെ എന്നൊക്കെ പറയുന്ന അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. ഇതിപ്പം അതേ സെയിം ക്വാളിറ്റി തന്നെ ഇതിനും വരുന്നുണ്ട്. ഒത്തിരി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ആരും ഇതിന്റെ റിവ്യൂസിന്റെ അത് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ഈ ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ അപ്പൊ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ. RGB, ഫോക്കസ് കൺട്രോള്, സൂം കൺട്രോള്, ഷട്ടർ, ISO, വൈറ്റ് ബാലൻസ്, ഇങ്ങനെ പറയുന്ന കുറെ ഫീച്ചേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ മോഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്, ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്, പിന്നെ USB ചാർജിങ് വരുന്നുണ്ട്, പിന്നെ ഇതിന്റെ ജോയ്സ്റ്റിക്ക് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള രീതി തന്നെയാണ് ഇതിരിക്കുന്നത്. ഏകദേശം എക്സാക്ട് സിമിലർ ആയിട്ട് തന്നെയാണ് ഗിംബൽ വരുന്നത്. പിന്നെ ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പറയാം. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സും, പിന്നെ നമ്മൾ ഇതിന്റെ ബോക്സിന്റെ പുറത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ കുറച്ച് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ ഇതിലേക്കൊന്നും ഞാനിപ്പോ കിടക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ കവർ അൺബോക്സ് ചെയ്യാം. കവർ അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇത് ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തെടുത്താൽ മതി. സോ അപ്പൊ ഇതിങ്ങനെ ഒരു സെപ്പറേറ്റ് ബോക്സ് ആയിട്ട് മാറി വരും. സോ അപ്പൊ അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു വൈറ്റ് കവറാണ് വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. സോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഗിറ്റാറിന്റെ ബാഗ് മാതിരിയുള്ള ഒരു പൗച്ച് വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഗിംബൽ കാര്യങ്ങൾ ഇരിക്കുന്നത്. തൽക്കാലം ഗിംബൽ സൈഡിലിരിക്കട്ടെ. പിന്നെ കൂടാതെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ഇതിന്റെ ബോട്ടത്തിൽ വരുന്ന ട്രൈപോഡ് വരുന്നുണ്ട്. അത് നമുക്ക് ടൈം ലാപ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ എടുക്കാനുള്ള അത്യാവശ്യം നല്ല ഉപയോഗപ്രദമാണ്. പിന്നെ ഇത് നമ്മുടെ ഗിംബൽ ചാർജ് ചെയ്യാനായിട്ടൊരു ഡേറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതില് പണ്ടത്തെ പഴയ ഫോണിൽ വരുന്ന ടൈപ്പ് B കണക്ഷൻ ആണ് വരുന്നത്. പിന്നെ ഒരു സ്ട്രാപ്പ് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പം എങ്ങനെയാണ് ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളും, പിന്നെ ഇത് നമ്മൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു യൂട്യൂബിലേക്ക് നമുക്കിത് കണക്ട് ആവും. സോ അപ്പൊ അതില് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ യൂസർ മാനുവൽ. സോ ഇത്രയാണ് നമ്മുടെ ഈ പാക്കറ്റിൽ വരുന്നത്. സോ ഇത് പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഗിംബലിലേക്ക് തന്നെ കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഗിംബലിന്റെ പൗച്ച് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ഒരു പൗച്ചിലാട്ടോ വരുന്നത്. അത് കറക്റ്റ് അതിന്റെ ആ ഫിനിഷ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ സൈഡിലെ സിബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഷോൾഡറിലൊക്കെ തൂക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാഫ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹുക്ക് കൊടുത്തിരിക്കുന്നത്.
അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ പൗച്ചിന് തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഈ പൗച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ ഫുള്ള് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്ന് ഫുള്ളായിട്ട് നമുക്ക് ഇവിടം വരെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഗിംബൽ ഇതാണ് നമ്മുടെ ഗിംബൽ വരുന്നത്. നല്ല അടിപൊളി ഒരു പൗച്ചാണ് കേട്ടോ ഇത്. ഗിംബൽ തൽക്കാലം ഇവിടെ കിട്ടുക. ഈ പൗച്ച് ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ആ ഗിംബലിന്റെ ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ ഈ പൗച്ചും വന്നിരിക്കുന്നത്. സോ അപ്പൊ എന്തായാലും കാണാൻ നല്ലൊരു വൃത്തിയോട് കൂടി തന്നെയാണ് ഈ പൗച്ച് പോലെ നിർമ്മിച്ചിരിക്കുന്നത്. തൽക്കാലം നമുക്ക് ഈ പൗച്ച് ഈ സൈഡിലോട്ട് വെക്കാം. സോ അപ്പൊ ഇതാണ് നമ്മുടെ ഗിംബൽ വരുന്നത്. സോ ഗിംബൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം അതില് ഡിജിടെക് എന്ന് പറയുന്ന ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെയാണ് ഇതിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ജോയ്സ്റ്റിക് ആണ് വരുന്നത്, അതിന്റെ ജോയ്സ്റ്റിക്ക്. പിന്നെ ഇത് പവർ ഓൺ പവർ ഓഫ് മോഡ് ഇതാണ് വരുന്നത്. പിന്നെ ഇവിടെ മോഡ്, ഇത് നമുക്ക് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാനാണെങ്കിലും നമ്മൾ ഗിംബലിൽ വെച്ചിട്ട് നമ്മൾ ആ ആപ്പിൽ കണക്ട് ചെയ്ത ശേഷം നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ ഷൂട്ട് ആവും. അതേപോലെ തന്നെ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിന്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഒരു വലിയ USB-യുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചാർജ് ചെയ്യാനുള്ള ടൈപ്പ് ബി USB-യുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വലിയ USB എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഫോണിൽ കുറച്ച് ചാർജ് കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചാർജ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫോണിലോട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടെ വരുന്നുണ്ട്. ലൈക്ക് പവർ ബാങ്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതൊരു നല്ല ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഗിംബൽ സെലക്ട് ചെയ്യാനുള്ള തന്നെ കാരണം. പിന്നെ ഇതിന്റെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രൈപോഡ് നമുക്ക് ഇങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇതിന്റെ കൂടെ ഈ ട്രൈപോഡ് വരുന്ന എന്താണെങ്കിലും നല്ല ഇതാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് ടേബിളിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഫോക്കസ് മോഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമ്മൾ ഈ ബോക്സിലെടുത്ത് കാണിച്ച മാതിരി ഫോക്കസ് മോഡ്, ഈ ഫോക്കസ് മോഡ് വെച്ചിട്ട് നമുക്ക് ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളിപ്പോ ആൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗിംബൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ആൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കും. സോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ട്രൈപോഡ് വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ടൈം ലാപ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്തും ഈ ട്രൈപോഡ് നല്ലൊരു യൂസ് ആണ്. പിന്നെ ഈ വരുന്ന സ്റ്റാഫ് നമുക്ക് ഇതിന്റെ കൂടെ ഇങ്ങനെ ഇതിൽ ബാക്കിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് നടക്കാനാണ് നല്ലൊരു യൂസ്ഫുൾ ആണ്. അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ഗിംബൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഗിംബൽ ഉണ്ടാകും. പക്ഷെ അതിന് മുമ്പായിട്ട് ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഗിംബൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിംബൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങുന്നില്ല. ഈ മോട്ടർ ഇത് മാത്രമാണ് ഫ്രീ ആയിട്ട് കിടന്ന് മൂവ് ആവുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് പോകും. കാരണം ഇവിടെ നോക്കി കഴിഞ്ഞിട്ട് ഇവിടോട്ട് നോക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലോക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഈ ലോക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ഇതിലോട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യണം. അതാണ് നമ്മൾ ആ യൂസർ മാനുവലിൽ ഫസ്റ്റ് കണ്ടത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു നോബ് പോലത്തെ ഒരു ഇത് കാണാം. സോ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ടാണ്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. സോ ഇതിങ്ങനെ മൂവ് ചെയ്തിട്ടാണ് നമ്മുടെ ഫോണ് ബാലൻസ് ചെയ്യുന്നത്. സോ അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ അതും കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമുക്കൊരു ഫോൺ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഫോൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇതിലൊന്ന് ഇറക്കി വെച്ചിട്ട് ഈ മൗണ്ടിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മൗണ്ട് റിമൂവ് ആയിട്ട് വരും. സോ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ ലോക്കിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഈ നോബ് ലൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിനെ മാനുവൽ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അതിന് കറക്റ്റ് ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഗിംബൽ കറക്റ്റ് ആയിട്ട് സ്റ്റെബിലൈസ് ആയിട്ട് മാനുവൽ ആയിട്ട് തന്നെ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ മാനുവൽ ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ ഗിംബൽ സ്വിച്ച് ഓൺ ചെയ്യാവുള്ളൂ. അപ്പൊ നമ്മൾ ഏതായാലും ഈ ഗിംബൽ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. സോ
സോ ചെറിയൊരു സൗണ്ട് വന്നിട്ട് നമ്മുടെ ഗിംബൽ എന്തായാലും ഓൺ ആയിട്ടുണ്ട്. സോ ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയ്സ്റ്റിക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഏകദേശം ഇതാണ് നമ്മുടെ ഗിംബൽ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് മോഡ് ഇനി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗിംബൽ കണ്ടോ ഇതാ ഇങ്ങനെ മൂവ് ആകും. പിന്നെ ഇതാ ഇങ്ങനെ നമുക്കിതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുകയൊക്കെ ചെയ്യാം. അതിൽ നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആപ്പിലാണ് ബാക്കി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. സോ ആപ്പിൽ നമ്മൾ ഫസ്റ്റ് ആപ്പ് നമ്മൾ ഈ QR കോഡ് വെച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഈ QR കോഡ് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പൊ ഇത് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പ്ലേ സ്റ്റോറിലോട്ടോ iOS-ലോട്ടുള്ള കണക്ഷൻ നമുക്ക് കാണിക്കും. സോ അത് കാണിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സോ അപ്പൊ ഏതായാലും നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് എങ്ങനെയാണ് നമ്മുടെ ഗിംബലുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ബ്രൗസർ കൊടുക്കുക. അപ്പോൾ ഈ ബ്രൗസർ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സൈറ്റിലോട്ട് പോകും. ഗൂഗിൾ പ്ലേ ഉണ്ട്, iOS ഉണ്ട്, പിന്നെ ആൻഡ്രോയിഡ് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പം തൽക്കാലം നമ്മൾ ഈ ഗൂഗിൾ പ്ലേ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ സൈറ്റിലോട്ട് നമുക്ക് പോകുന്നതാണ്. അപ്പോൾ ആ സൈറ്റിൽ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഓൾറെഡി ഈ ഗിംബലിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നത്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഈ ഓപ്പണിൽ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു അനിമേഷനോട് കൂടി നമ്മുടെ ഈ ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. സോ ഇങ്ങനെ വരുന്ന വിൻഡോയിൽ ഇതാ ഇവിടെ ആയിട്ട് ഡിവൈസ് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ ഈ GP5 എന്ന് പറയുന്നതാണ് നമ്മുടെ ഗിംബൽ. സോ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് തന്നെ നമ്മുടെ ഈ ആപ്പും നമ്മുടെ ഗിംബലുമായിട്ട് കണക്റ്റ് ആയിരിക്കും. സോ ഇല്ലെങ്കിൽ കണക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഫൈൻ ഡിവൈസ് കൊടുത്തിട്ട് നമുക്ക് ബ്ലൂടൂത്ത് സെർച്ച് ചെയ്ത് നമുക്ക് ചെയ്യാം. സോ ഇപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ കാട്ടുന്നത്. കണക്റ്റ് ആയി കഴിയുമ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ടിക്ക് സിമ്പിളും കാണിക്കും, ഈ ഗിംബലും ഒരു ഫോണിൻ്റെ പടം വന്നിട്ട്. സോ അതിനുശേഷം നമ്മൾ ജസ്റ്റ് എൻ്റർ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യാമറയിലോട്ട് ഈ ആപ്ലിക്കേഷൻ കിടക്കുന്നതാണ്. സോ ഈ ക്യാമറയിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. സോ ഇവിടെ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗാലറി ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട് ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യാം. പിന്നെ ഇതാ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ക്യാമറ നമുക്ക് വീഡിയോ മോഡ് കാര്യങ്ങളൊക്കെ ആക്കാം. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് വരുന്നത് നമ്മുടെ ഹോം ഓപ്ഷനാണ്. നമ്മുടെ ഹോമിലേക്ക് തന്നെ ഇത് ആദ്യം വന്ന് അതിലേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെ വരുന്നത് ഇവിടെ നമ്മുടെ ഗിംബലിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ആയിട്ട് ഇവിടെ നമ്മൾ മോഡ് സെലക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഗിംബലിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഇതൊന്നും നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഓൾറെഡി അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ കാണുന്നതെല്ലാം ഈ റാപ്പിഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അത് ഈ ജോയ്സ്റ്റിക്കിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗിംബലിൻ്റെ സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ സ്പീഡ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്തിടാം. അതൊരു മീഡിയം സ്പീഡ് ഇടുവാണെങ്കിൽ അത്യാവശ്യം നല്ല കാര്യമായിരിക്കും. അതിനുശേഷം നമ്മൾ ഡൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും ഈ ഇതിലേക്ക് വരുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ ഓരോരോ മോഡ് ഇതിൻ്റെ അകത്ത് ഫോളോ മോഡ് ഇങ്ങനെ പറയുന്ന കുറേ മോഡുകളുണ്ട്. വോക്ക് മോഡ്, ഇത് നമ്മൾ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ ഇത് അടുത്ത് പറയുന്നത് സ്പോർട്സ് മോഡ്. ഈ ഫോളോ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളെ ഇത് ഫോളോ ചെയ്യുന്നതിനായിട്ട്, അതായത് ഞാൻ പറഞ്ഞില്ല ഇത് നമ്മൾ ഒരാളെ നമുക്ക് ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ആളെ തന്നെ ഇതിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫേസ് ട്രാക്കിംഗ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. സോ അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗിംബൽ നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. നമ്മൾ ആ വീഡിയോ കണ്ടില്ല, അതേ രീതിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഫോണിൽ ഇത് ചെയ്തിട്ട് നമ്മൾ ഫോൺ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ജോയ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഫോണിന്റെ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ഏകദേശം 1200 mAh വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 12 hours നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു
4 to 5 hours ആണ് ഇതിന്റെ ചാർജിങ് ടൈം പറയുന്നത്. സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജിങ് ചെയ്തെടുക്കാം. സോ അപ്പൊ ഇതിന്റെ കുറച്ച് ഞാൻ എടുത്തൊരു 2-3 ഗിംബൽ ഷോട്ട്സ്, ഞാൻ ഇതിലെടുത്ത് 2-3 ഗിംബൽ ഷോട്ട്സും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ കുഞ്ഞു ഗിംബലിന്റെ കുഞ്ഞ് അൺബോക്സിംഗ് വീഡിയോ. ഇതിനു മുമ്പ് ഞാൻ വേറെ അൺബോക്സിംഗ് വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ അപ്പൊ അതിന്റേതായ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാവും. സോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അതിന്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.